Carrefour സെല്ലർ അക്കൗണ്ട് തുടങ്ങാനായിട്ട് നമുക്കിവിടെ സ്റ്റാർട്ട് സെല്ലിംഗ് നൗ എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. അത് ക്ലിക്ക് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നിങ്ങളുടെ ബേസിക് ഡീറ്റെയിൽസ് നിങ്ങൾക്കിവിടെ എൻ്റർ ചെയ്ത് കൊടുക്കാവുന്നതാണ്. ടൈറ്റിൽ നിങ്ങൾക്കിവിടെ മിസ്റ്റർ ആണോ മിസ്സീസ് ആണോ മിസ് ആണോ എന്നുള്ളത് സെലക്ട് ചെയ്യാം. അതിനുശേഷം നിങ്ങളുടെ ഫസ്റ്റ് നെയിമും ലാസ്റ്റ് നെയിമും എൻ്റർ ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ മിസ്സീസ് സെലക്ട് ചെയ്തു. ഫസ്റ്റ് നെയിമും ലാസ്റ്റ് നെയിമും എൻ്റർ ചെയ്ത് കൊടുത്തു. അതിനുശേഷം കോൺടാക്റ്റ് ഇമെയിൽ അഡ്രസ്സ് ഏതാണെന്ന് വെച്ചാൽ അത് എൻ്റർ ചെയ്ത് കൊടുക്കാം. ശേഷം നിങ്ങളുടെ മൊബൈൽ നമ്പർ ടൈപ്പ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നമുക്കൊരു പാസ്വേഡ് സെറ്റ് ചെയ്യാവുന്നതാണ്. അതിനുശേഷം പാസ്വേഡ് ഒന്നുകൂടി ഒന്ന് കൺഫേം ചെയ്യാം. ഇനി അടുത്തതായിട്ട് നിങ്ങളുടെ കമ്പനി നെയിം എൻ്റർ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നിങ്ങളുടെ സ്റ്റോർ നെയിം, അതായത് കാരിഫോറിൽ ഏത് നെയിമിലാണോ നിങ്ങൾക്ക് അറിയപ്പെടാനായിട്ട് താല്പര്യം എന്ന് വെച്ചാൽ ആ നെയിം നിങ്ങൾക്ക് സ്റ്റോർ നെയിമായിട്ട് സെലക്ട് ചെയ്യാം. എന്നിട്ട് അത് എൻ്റർ ചെയ്ത് കൊടുക്കാം. ഇനി അടുത്തതായിട്ട് നമ്പർ ഓഫ് SKUs ഇൻ യുവർ കാറ്റലോഗ്സ് ചോദിക്കുന്നുണ്ട്. അതായത് നിങ്ങൾക്ക് ഏകദേശം എത്ര പ്രൊഡക്ട്സ് ലിസ്റ്റ് ചെയ്യാനുണ്ടാവും എന്നുള്ളത് നിങ്ങൾക്ക് അവിടെ സെലക്ട് ചെയ്യാവുന്നതാണ്. അതിനുശേഷം നിങ്ങളുടെ പ്രൊഡക്റ്റ് കാറ്റഗറി നിങ്ങൾക്കിവിടെ സെലക്ട് ചെയ്യാവുന്നതാണ്. ഏത് കാറ്റഗറിയിലാണ് നിങ്ങൾ ചെയ്യുന്നതെന്ന് വെച്ചാൽ അത് സെലക്ട് ചെയ്യാം. അതിനുശേഷം ക്രിയേറ്റ് എ ന്യൂ അക്കൗണ്ട് എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നിങ്ങൾക്ക് ഇതുപോലൊരു സ്ക്രീൻ ലഭിക്കും. നിങ്ങളുടെ ഇമെയിൽ അഡ്രസ്സിലേക്ക് ഒരു ലിങ്ക് വന്നിട്ടുണ്ടാവും. അത് ക്ലിക്ക് ചെയ്ത് നിങ്ങളിത് വെരിഫൈ ചെയ്യണം. ഇനി നമുക്ക് അതെങ്ങനെയാണെന്നുള്ളത് നോക്കാം. നിങ്ങൾ കൊടുത്തിരിക്കുന്ന ഇമെയിൽ അഡ്രസ്സിൽ ലോഗിൻ ചെയ്തതിന് ശേഷം കാരിഫോറിൽ നിന്ന് ഇത്തരത്തിലൊരു മെയിൽ നിങ്ങൾക്ക് വന്നിട്ടുണ്ടാവും. അപ്പോൾ ഇവിടെ ക്ലിക്ക് ഹിയർ ടു വെരിഫൈ ഇമെയിൽ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. അത് ക്ലിക്ക് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലൊരു സ്ക്രീൻ ലഭിക്കും. നിങ്ങളുടെ ഇമെയിൽ വെരിഫൈ ആയി എന്ന് പറഞ്ഞിട്ട് മുകളിൽ ഒരു ഗ്രീൻ ടിക്ക് നിങ്ങൾക്ക് കാണാം. അതുപോലെ തന്നെ നിങ്ങൾ കൊടുത്തിരിക്കുന്ന മൊബൈൽ നമ്പറിലേക്ക് ഇപ്പോൾ ഒരു OTP വന്നിട്ടുണ്ടാവും. ആ OTP നിങ്ങൾ എൻ്റർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നിങ്ങളുടെ മൊബൈൽ നമ്പറും വെരിഫൈ ആവുന്നതാണ്. അതിനുശേഷം നമുക്ക് ഇതുപോലൊരു സ്ക്രീനാണ് ലഭിക്കുക. അപ്പോൾ ഇവിടെ നിങ്ങളുടെ കമ്പനി ഡീറ്റെയിൽസ് ആണ് നിങ്ങൾ നൽകേണ്ടത്. നിങ്ങളുടെ VAT നമ്പർ നിങ്ങൾക്കിവിടെ നൽകാവുന്നതാണ്. ഇനി നിങ്ങൾക്ക് VAT ഇല്ല, അല്ലെങ്കിൽ നിങ്ങൾ VAT പേ ചെയ്യുന്നതിൽ നിന്ന് എക്സെപ്റ്റഡ് ആണെന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന ചെക്ക് ബോക്സ് നിങ്ങൾക്ക് ടിക്ക് ചെയ്ത് കൊടുത്താൽ മതി. അതിനുശേഷം അടുത്ത കോളത്തിൽ നിങ്ങൾ ട്രേഡ് ലൈസൻസ് നമ്പർ എൻ്റർ ചെയ്ത് കൊടുക്കുക. ഇനി നിങ്ങളുടെ ബിസിനസ്സിന് വെബ്സൈറ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കിവിടെ വെബ്സൈറ്റ് അഡ്രസ്സ് നൽകാവുന്നതാണ്. ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ കോളം അവോയ്ഡ് ചെയ്യാവുന്നതാണ്. അതിനുശേഷം നിങ്ങളുടെ ഷിപ്പിംഗ് അഡ്രസ്സ് നിങ്ങൾക്കിവിടെ നൽകാവുന്നതാണ്. അഡ്രസ്സ് എൻ്റർ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം പോസ്റ്റ് കോഡ് എൻ്റർ ചെയ്ത് കൊടുക്കുക. ഏത് കൺട്രിയാണെന്നുള്ളത് സെലക്ട് ചെയ്യുക. സിറ്റിയും സെലക്ട് ചെയ്യുക. അപ്പോൾ അടുത്തതായിട്ട് നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടിൻ്റെ ഡീറ്റെയിൽസ് ആണ് നിങ്ങൾ നൽകേണ്ടതായിട്ടുള്ളത്. അപ്പോൾ ഇനി ബാങ്ക് നെയിം എൻ്റർ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം IBAN നമ്പർ എൻ്റർ ചെയ്ത് കൊടുക്കുക. BIC അല്ലെങ്കിൽ SWIFT കോഡ് നിങ്ങൾ എൻ്റർ ചെയ്ത് കൊടുക്കുക. ബെനിഫിഷ്യറിയുടെ നെയിമും അതുപോലെ തന്നെ നിങ്ങൾ എൻ്റർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇവിടെ ബെനിഫിഷ്യറി നെയിം ഒബ്വിയസ്ലി നിങ്ങളാണ്. നിങ്ങളുടെ അക്കൗണ്ട് ഡീറ്റെയിൽസ് ആണ് നിങ്ങളിവിടെ എൻ്റർ ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ IBAN നമ്പറും BIC SWIFT ഡീറ്റെയിൽസ് ഒക്കെ നിങ്ങൾക്ക് ബാങ്കിൽ നിന്ന് ലഭിക്കുന്നതാണ്. അപ്പോൾ ഇത്രയും ഡീറ്റെയിൽസ് നിങ്ങൾ എൻ്റർ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഈ ഒരു സ്ക്രീനിൻ്റെ താഴെയായിട്ട് റിക്വയർഡ് ഡോക്യുമെൻറ്റ്സ് എന്ന് പറഞ്ഞിട്ട് സ്റ്റാറിൽ, അതായത് റെഡ് സ്റ്റാറിൽ കൊടുത്തിരിക്കുന്ന കാര്യങ്ങളെല്ലാം നിങ്ങൾ എന്തായാലും നിർബന്ധമായിട്ടും കൊടുത്തിരിക്കേണ്ടതാണ്. മാൻഡേറ്ററി ഫീൽഡ്സ് ആണ് അതെല്ലാം. അപ്പോൾ ആദ്യത്തെ ഡോക്യുമെൻ്റ് ആയിട്ട് ബാങ്കിൻ്റെ ലെറ്റർ ഹെഡിൽ നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ട് ഡീറ്റെയിൽസ് കൊടുത്തിരിക്കുന്ന പേജോ അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റോ നിങ്ങൾക്ക് അറ്റാച്ച് ചെയ്യാവുന്നതാണ്. അതിനുശേഷം നിങ്ങളുടെ കമ്പനി ലെറ്റർ ഹെഡിൽ ബാങ്ക് ഡീറ്റെയിൽസ് ആഡ് ചെയ്തതിന് ശേഷം അതും അപ്ലോഡ് ചെയ്ത് കൊടുക്കാം. നിങ്ങളുടെ എമിറേറ്റ്സ് IDയുടെ ഫ്രണ്ട് സൈഡും ബാക്ക് സൈഡും ഒരു സിംഗിൾ ഫയലായിട്ട് ചെയ്തതിന് ശേഷം അതും ആഡ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നിങ്ങളുടെ ട്രേഡ് ലൈസൻസ് അപ്ലോഡ് ചെയ്ത് കൊടുക്കുക. നിങ്ങളുടെ നോൺ വാറ്റ് കംപ്ലയൻസ് സർട്ടിഫിക്കറ്റ്, അതായത് നിങ്ങൾ നോൺ വാറ്റ് ആണെന്ന് മുമ്പ് സെലക്ട് ചെയ്തല്ലോ, അപ്പം നിങ്ങളുടെ നോൺ വാറ്റ് കംപ്ലയൻസ് സർട്ടിഫിക്കറ്റും സെലക്ട് ചെയ്ത് കൊടുക്കുക. ഇനി നിങ്ങൾ മറ്റു ബ്രാൻഡ്സിൻ്റെ കീഴിലുള്ള പ്രൊഡക്ട്സ് ആണ് റീസെല്ലിങ് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ബ്രാൻഡ് ഡിസ്ട്രിബ്യൂഷൻ ഓതറൈസേഷൻ ലെറ്റർ കിട്ടിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് അപ്ലോഡ് ചെയ്ത് കൊടുക്കാനായിട്ടാണ് ലാസ്റ്റ് ഓപ്ഷൻ ഉള്ളത്. അത് മാൻഡേറ്ററി ആയിട്ട് കാണിക്കാത്തത് നിങ്ങൾ ചിലപ്പോൾ മാനുഫാക്ചറേഴ്സ് ആയിരിക്കാം. അപ്പോൾ നിങ്ങൾക്കിത് അപ്ലിക്കബിൾ അല്ല എന്നുള്ള സെൻസിലാണ്. അപ്പോൾ ഇത്രയും ഡോക്യുമെൻറ്റ്സ് നിങ്ങൾ അപ്ലോഡ് ചെയ്തതിന് ശേഷം സബ്മിറ്റ് ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ കാരിഫോറിൻ്റെ ടീം ഇത് റിവ്യൂ ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് നിങ്ങളുടെ ഡാഷ്ബോർഡിൽ ലോഗിൻ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് അക്കൗണ്ട് സ്റ്റാറ്റസിൽ പെൻഡിങ് അപ്രൂവൽ കാണാം, രജിസ്ട്രേഷൻ കംപ്ലീറ്റഡ് ആയിട്ട് കാണാം, കംപ്ലയൻസ് പെൻഡിങ് ആണ്, അവർ വെരിഫൈ ചെയ്തിട്ടില്ല, അതുപോലെ ഫിനാൻസും പെൻഡിങ് ആയിട്ട് കാണിക്കുന്നുണ്ട്. ഓഫർ ലിസ്റ്റിംഗ് നമ്മളിനി ചെയ്യാനുള്ളതാണ്. അപ്പം അതും പെൻഡിങ്ങിലായിട്ട് കാണിക്കുന്നുണ്ട്.